ഇന്നൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണത്തിൽ വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങി ഇന്ത്യ. ഫ്രഞ്ച് എയറോസ്പേസ് ഭീമനായ ഡസോൾട്ട് ഏവിയേഷനുമായി ചേർന്ന് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് റാഫേൽ ജെറ്റ് ഫ്യൂസലേജുകൾ ഇന്ത്യയിൽ നിർമ്മിക്കും. ഇത് ജെറ്റിന്റെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കൽ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ലോകത്തിലെ തന്നെ അതിനൂതനമായ യുദ്ധവിമാനങ്ങൾ ഒന്നിന്റെ കോർ ഘടന തന്നെ നിർമ്മിക്കാനാണ് പോകുന്നത്. നേരത്തെ തന്നെ റഷ്യയുമായി സഹകരിച്ച് യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, മറ്റ് യുദ്ധ ഉപകരണങ്ങൾ എന്നിവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഈ പുതിയ സഹകരണത്തോടെ ആഗോള പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു കേന്ദ്രമാകാൻ പോകുകയാണ്. റഫേൽ യുദ്ധവിമാനങ്ങളെപ്പറ്റിയും അതിന്റെ നിർമ്മാതാക്കളായ ഡസോൾട്ട് ഏവിയേഷനെക്കുറിച്ചും കൂടുതൽ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇതേക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടത്തിയതാണ്. 4ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളായിരുന്നിട്ടുകൂടി ഇവയുടെ കഴിവുകൾ നാം തിരിച്ചറിഞ്ഞതാണ്. ഇനി മറുവശത്ത് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റത്തിന് ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ എയറോസ്പേസ്, പ്രതിരോധ മേഖല എന്നിവയിൽ ഒരു പ്രമുഖ സ്ഥാനമാണുള്ളത്. നേരത്തെ തന്നെ ടാറ്റയ്ക്ക് ബോയിങ്, എയർബസ്, ലോക്ക്ഹീൽഡ് മാർട്ടിൻ എന്നീ വ്യോമമേഖലയിലെ ആഗോള ഭീമന്മാരുമായി ഘടകങ്ങളുടെ നിർമ്മാണത്തിന് പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഡസോൾട്ട് ഏവിയേഷനെ സംബന്ധിച്ച് ഒരു ഉത്തമ പങ്കാളിയായിരിക്കും ടാറ്റ. ഇനി ഇന്ത്യയിലെ റഫാലിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഈ പുതിയ കരാർ പ്രകാരം ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് റഫേൽ ജെറ്റ് ഫ്യൂസലേജ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ സംശയം എന്താണ് ഈ ഫ്യൂസലേജ് എന്നായിരിക്കും. ലളിതമായി പറഞ്ഞാൽ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഇത് വിമാനത്തിന്റെ ബോഡി മാത്രമല്ല, ഇതിൽ കോക്പിറ്റ്, എഞ്ചിനുകൾ, ഇന്ധന ടാങ്കുകൾ, ഏവിയോണിക്സ്, ചിറകുകൾ, വാലുകൾ എല്ലാം ഉൾക്കൊള്ളുന്നു. ഒരു വിമാനത്തിന്റെ ഘടനാപരമായ നട്ടെല്ല് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരു ആധുനിക യുദ്ധവിമാനത്തിന്റെ ഫ്യൂസലേജ് നിർമ്മിക്കുന്നത് അവിശ്വസനീയമാം വിധം സങ്കീർണമായ പ്രക്രിയയാണ്. വളരെ ഉയർന്ന തലത്തിലുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും അതുപോലെ കാർബൺ ഫൈബർ പോലുള്ള ഭാരം കുറഞ്ഞതും എന്നാൽ ശക്തിയും ഉറപ്പുമുള്ള സംയുക്തങ്ങളും പ്രത്യേക അലോയ്കളുടെയും വിപുലമായ കൂട്ടിച്ചേർക്കലാണ്. ചുരുക്കി പറഞ്ഞാൽ കട്ടിംഗ് എഡ്ജ് സാങ്കേതിക വിദ്യ എന്ന് പറയാം. ഇതിൽ റോബോട്ടിക്സ്, ഓട്ടോമേറ്റഡ് ഡ്രില്ലിംഗ്, പ്രിസിഷൻ വെൽഡിംഗ്, നൂതന പരിശോധനാ സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇതൊരു മുൻകൂട്ടി നിർമ്മിച്ച യന്ത്രഭാഗങ്ങൾ ഇറക്കുമതി ചെയ്ത് അസംബിൾ ചെയ്യുന്ന പരിപാടിയല്ല. എല്ലാം ഇവിടെ നിർമ്മിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ കരാറല്ല. 2016 ഇന്ത്യയും ഫ്രാൻസുമായുള്ള 36 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന സമയത്തെ കരാറിന്റെ ഭാഗമാണ് ഇതും. അടിസ്ഥാനപരമായി ഒരു വിദേശ കമ്പനി ഇന്ത്യക്ക് ഉയർന്ന മൂല്യമുള്ള പ്രതിരോധ ഉപകരണങ്ങൾ വിൽക്കുമ്പോൾ ആ ഇടപാട് മൂല്യത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ഇന്ത്യയിൽ തന്നെ നിക്ഷേപിക്കണം. ഈ വ്യവസ്ഥയെ വിളിക്കുന്നത് ഓഫ്സെറ്റ് ക്ലോസസ് അഥവാ ഓഫ്സെറ്റ് ബാധ്യത എന്നാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള കരാർ പ്രകാരം ഡസോൾട്ടിനും അവരുടെ നിർമ്മാണ പങ്കാളിയായ സഫ്രാനും വിൽപ്പന മൂല്യത്തിന്റെ 50% ഇന്ത്യയിൽ നിക്ഷേപിക്കണം. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ നയങ്ങളുടെ ഭാഗമായാണ് ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടമാണ്. കാരണം എയറോസ്പേസ് നിർമ്മാണത്തിന്റെ സാങ്കേതികവിദ്യ ഇതിലൂടെ ഇന്ത്യക്ക് ലഭിക്കും. ഇത് ഇന്ത്യക്ക് ഭാവിയിൽ സ്വന്തം നിലയ്ക്ക് ഇത്തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് മുതൽക്കൂട്ടാവും. ഇതിനു പുറമെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപ്രധാന പ്രതിരോധ പങ്കാളിത്തത്തെ കൂടുതൽ ആഴത്തിലുള്ളതാക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിലുള്ള ബന്ധത്തിലുപരി സാങ്കേതിക വിദ്യ പങ്കിടലിലേക്കും സഹ ഉൽപാദകർ എന്ന നിലയിലേക്കും ബന്ധം വളരാൻ സഹായിക്കും. ഇനി ഇന്ത്യയിലെ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് തൊഴിലും നൈപുണ്യ വികസനത്തിനും വഴിയൊരുക്കും. കൂടാതെ ആഭ്യന്തര നിർമ്മാണ ഘടകങ്ങളുടെ വ്യവസായങ്ങൾ വളരുന്നതിനും കാരണമാകും. നിലവിൽ ഇന്ത്യയുടെ യുദ്ധോപകരണങ്ങൾ ഉയർന്ന തലത്തിലുള്ള കൃത്യതയും ഗുണനിലവാരവും ഉള്ളവയാണ്. അത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം തിരിച്ചറിയുകയും ചെയ്തു. യുദ്ധോപകരണങ്ങളുടെ കയറ്റുമതിയിലൂടെ ഇന്ത്യ നല്ല രീതിയിൽ വിദേശ നാണ്യം നേടുന്നുമുണ്ട്. ഇന്ത്യ അടുത്തിടെ പ്രഖ്യാപിച്ച 5ാം തലമുറ വിമാനമായ AMCA നിർമ്മാണത്തിലും ഈ കരാറിന്റെ ഗുണം നമുക്ക് ലഭിക്കും. കാരണം സാങ്കേതികവിദ്യ കൈമാറ്റവും നിർമ്മാണ പരിചയവും തന്നെ. നിലവിൽ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ ഒരു പ്രധാന സ്ഥാനമുള്ള ഇന്ത്യ ഭാവിയിൽ യുദ്ധവിമാനങ്ങളുടെയും കയറ്റുമതിക്കാരാവുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.